പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാണുന്നത് ഒരു കർഷകൻ തൻ്റെ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച സ്വരുക്കൂട്ടിയ നെല്ല് അത് കൊയ്ത്ത് മെഷീൻ കൊയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൈക്ക് കൊയ്ത് വളരെയേറെ പണം മുടക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് മെതിച്ചെടുക്കാനോ മറ്റോ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോവിഷമം കൊണ്ട് അത് അഗ്നിക്കിരയാക്കുകയാണ് ചെയ്തത്. കാരണം ദിവസം കഴിഞ്ഞു പോയി, കൊയ്തെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. പിന്നെ അത് മെതിച്ചെടുക്കാനും അദ്ദേഹത്തിന് സാധിക്കാത്ത ഒരവസ്ഥ വന്നു. വെള്ളം കയറി ചീഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം അത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതാണ്. അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം തന്നെ നമ്മളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യം വിവരിക്കും. ഏത് പാടശേഖരമാണെന്നും ഏത് കൃഷിഭവനാണെന്നും. നീലമ്പേര് പഞ്ചായത്തിൽ നീലമ്പേര് വില്ലേജിൽ ഈര മുക്കൊടി മാഞ്ഞിക്കേരി പാടശേഖരമാണിത്. 200 ഏക്കർ വരുന്ന പാടശേഖരമാണ് ഇത്. തീർച്ചയായിട്ടും മഴയുടെ ഒരു അഭാവവും കൊയ്ത്ത് മെഷീൻ്റെ ഒരു അഭാവവും മൂലമാണ് ഇത് ഇത്രയും ഇങ്ങനെ നശിച്ചു പോകാനായിട്ടുള്ള കാരണം. പിന്നെ സമയത്ത് കൊയ്യാൻ പറ്റിയില്ല, അതൊന്ന്. പിന്നെ ബണ്ടിൻ്റെ ഒരു കൽക്കെട്ട് ഒന്നും ഇല്ലാത്തൊരു പാടമാണിത്. മോട്ടോർ തറയൊന്നും സുരക്ഷിതമല്ലാത്ത ഒരു പാടശേഖരം കൂടിയാണ്. 42 ബംഗാളികളെ നിർത്തി 2.5 ഏക്കർ ഞാൻ കൊയ്തതാണ്. കൊയ്ത് വെച്ചിട്ടും മിഷ്യൻകാരോട്, ഇവിടെ ഉണ്ടായിരുന്ന മിഷ്യൻകാരോട് പറഞ്ഞിട്ട് പോലും അവരത് ചെയ്യാതെ വന്നതിൻ്റെ ഒരു മനോവിഷമത്തിൽ ഞാൻ ചെയ്തതാണിത്. തണ്ണീർമുക്കം ബണ്ടിൻ്റെ തണ്ണീർമുക്കം ഷട്ടർ ഇട്ട് നേരത്തെ ഇട്ട് കൃഷി പാടശേഖരത്തിൽ നടക്കണമെന്ന് പറഞ്ഞ് നേരത്തെ ഇട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ ഇനിയുള്ള കൃഷികളൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ, മറ്റുള്ളവർക്കും കൃഷി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നിലവിൽ ഈ പാടത്ത് 55-60 ഏക്കറോളം ഇനിയും കൊയ്യാനുണ്ട്. എല്ലാവരും ഉപേക്ഷിച്ച രീതിയിലാണ്. ആർക്കും കൊയ്ത് വെച്ചതും എല്ലാം എടുക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 6 കിലോയും 7 കിലോയും കിഴിവ് കൊടുത്തിട്ട് പോലും എടുക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഇവിടെ. ത്തോളം ഈ ഒരു കാഴ്ച ഹൃദയഭേദകമാണ്. അതിനൊരു കർഷകൻ തന്നെ തുനിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആ മാനസിക വ്യഥ എത്രമാത്രം ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ നിൽക്കുന്ന മനുഷ്യൻ ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൂടെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് അധികം നിലമൊന്നുമില്ലെങ്കിലും പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ ഈ രീതിയിൽ നെല്ല് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്താണെന്ന് ഇവിടുത്തെ ഭരണകൂടങ്ങൾ അന്വേഷിക്കണം. പ്രത്യേകിച്ച് കൃഷി വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നമുക്ക് നെൽകർഷക സംരക്ഷണ സമിതിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പാടശേഖരത്തിൻ്റെ അടിസ്ഥാന സൗകര്യം വലിയൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ തണ്ണീർമുക്കത്തെ ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകൾ, ഓരുമുട്ടുകളൊക്കെ സമയബന്ധിതമായി വരും വർഷങ്ങളിലെങ്കിലും അടച്ചില്ല എങ്കിൽ ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ നെൽകാർഷിക മേഖലയ്ക്ക് കാണേണ്ടി വരും. അദ്ദേഹം തന്നെ പറഞ്ഞത് 45-നും 55 ഏക്കറിന് ഇടയ്ക്ക് ഈ പാടശേഖരത്ത് മാത്രം നെൽവയൽ കർഷകർ കൊയ്തെടുക്കാനാവാതെ ഉപേക്ഷിച്ചു എന്നാണ്. അത് തീർത്തും വേദനാജനകമാണ്. ഇനിയെങ്കിലും കൃഷി വകുപ്പ് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. വരും വർഷങ്ങളിൽ ഇങ്ങനെയുള്ള ദുരവസ്ഥ ഉണ്ടാവാതെ നോക്കാൻ വേണ്ട ക്രിയാത്മകമായിട്ടുള്ള തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നെൽകർഷക സംരക്ഷണ സമിതിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൂടാതെ ഈ വർഷം കൊയ്തെടുക്കാനാവാതെ ഉപേക്ഷിച്ചിരിക്കുന്ന നെൽ കർഷകർ അവരുടെ മുടക്കുമുതലെങ്കിലും തിരിച്ചു കിട്ടി ഈ മറ്റ് ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പിനോടും സംസ്ഥാന ഗവൺമെൻറ്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു. ഓരോ കറ്റയെടുത്ത് കയ്യിലെടുത്ത് നമ്മൾ അടിക്കാൻ കല്ല് വെച്ച് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് പറഞ്ഞ് മണി വേറെയായിട്ട് ഈ കച്ചി മാത്രമേ കിട്ടത്തുള്ളൂ, ഒന്നും കിട്ടത്തില്ല, പറന്നു പോലൊന്നും അല്ല, അതുപോലെ പോവുക. ഇപ്പോൾ ഒരു കർഷകൻ്റെയൊക്കെ ചങ്കാണ് ഈ കത്തുന്നത്. അതിന് സർക്കാരും കൃഷി വകുപ്പും എന്തെങ്കിലും സഹായം ഈ കർഷകരുടെ കൊണ്ട് നാടിനെ രക്ഷിക്കണമെന്നാണ് ഞാൻ പറയാറുള്ളത്. അല്ല വേറെ എന്നാ പറയാനായിട്ട്. ഓരോരുത്തരും സർക്കാർ ഓരോ ജനങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ കിടക്കുന്നത്. ഒരു രീതിയിൽ നിങ്ങൾക്കിത് സംരക്ഷിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു.
നോക്കിയിട്ട് ഞങ്ങൾ പരമാവധി നോക്കി എങ്ങനെയെങ്കിലും സംരക്ഷിച്ചെടുക്കാനായിട്ട്. പക്ഷെ ഞങ്ങളെ കൈ കിട്ടത്തില്ല, അതുപോലെ ആയിപ്പോയി. എന്നാ എടുക്കാനാണ്, അതുപോലെ കഷ്ടപ്പാടായി. മിഷൻകാർ അവസാനം ഇവിടുന്ന് എങ്ങനെയും ഉളി താന്നു പോകുന്ന പറഞ്ഞപ്പോൾ ഉളി പോയി അവർ. മിഷൻ കംപ്ലൈൻ്റ് ആണ്, എങ്ങനെ ശരിയാക്കാൻ പോവാന്ന് പറഞ്ഞ് മിഷൻ വർഷപ്പിൽ കൊണ്ടുവന്ന് കൊണ്ടുപോയതാണ്. എന്നിട്ട് അതുവഴി അവന്മാരങ്ങ് പോയി, രക്ഷപ്പെട്ടു പോയി. അവസാനം അവരെ കാല് പിടിച്ച്, എൻ്റെ ചേട്ടാ എന്തെങ്കിലും തന്നാകെ, ഇത്രയും നമ്മൾ കൊയ്തതല്ലേ, എങ്ങനെയായിരുന്നു മെതിച്ചതാ. അവർക്ക് പറഞ്ഞു പറ്റത്തില്ല, എന്നാ പറഞ്ഞാലും ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയി. പിന്നെ ഞങ്ങളെങ്ങനെ തല്ലിപ്പറിക്കാമെന്ന് വെച്ച് കുറച്ച് തല്ലിപ്പറിച്ചപ്പോൾ ഇത് മൊത്തം പോവുക, കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, ഫലമില്ല നമ്മൾ ചെയ്താൽ. പിന്നെന്തിനാ നമ്മൾ കഷ്ടപ്പെടുന്നത്?